Morning. Good morning, ma'am. Morning. Morning. Good morning, Miss. Morning. Okay, good morning to all. ഇന്നലെ നമ്മള് key elements for transfer critical patient അല്ലേ സ്റ്റാർട്ട് ചെയ്തത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരെ എടുത്തു അല്ലേ?
ഓക്കെ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇനി വരുന്നത് ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ പ്രിപ്പയർഡ് ആക്കണം, അല്ലെങ്കിൽ അവർ സ്റ്റേബിൾ ആക്കിയിട്ട് മാത്രമായിരിക്കും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നോക്കുന്നത്. Pre-transfer stabilization and preparation. Pre-transfer stabilization and preparation. A proper and clear preparation and equilibrium of the patient should be done prior to transfer to prevent any hostile events or deterioration or worsening of the patient clinical condition. The patient should be properly revived and balanced to the maximum extent possible without wasting undue time. In the course of separation, patients A, E, and C, D, airway, breathing, circulation, and disability should be examined, and any connected curable problem should be rectified. In the context, the use of pre-transfer checklist helpful. Okay, so pre-transfer ചെയ്യുന്നതിന് മുൻപായിട്ട് പേഷ്യന്റിനെ നമ്മൾ സ്റ്റേബിൾ ആക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്, അതായത് ട്രാൻസ്ഫറിന്റെ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഹസ്റ്റൈൽ ഇവന്റ്സ് അല്ലെങ്കിൽ ഡിറ്ററേഷൻ വേഴ്സണിംഗ് എന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്ന് തന്നെ ഈ രോഗിയുടെ നില വഷളാവാനായിട്ടുള്ള കാരണമായിരിക്കും അല്ലെ. ചിലപ്പോ എന്താണ്, ചില പേഷ്യൻസിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും, പെട്ടെന്ന് തന്നെ എന്താണ് ക്ലിനിക്കൽ കണ്ടീഷൻ ചിലപ്പോ ക്രിട്ടിക്കൽ ആയെന്ന് വരാം. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റിന്റെ ചില കാര്യങ്ങൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി മാക്സിമം എത്രയും സമയം എടുത്തുകൊണ്ട് ഒട്ടും സമയം വേസ്റ്റ് ആവാതെ തന്നെ ആയിരിക്കണം നമ്മള് പേഷ്യന്റിനെ നമ്മൾ സ്റ്റേബിൾ ആക്കേണ്ടത്. അങ്ങനെ പേഷ്യന്റ് സ്റ്റേബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് പേഷ്യന്റിന്റെ നമ്മള് ABCD ഈ 4 കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം. അതായത് ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് പേഷ്യന്റിന്റെ കുറച്ച് ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് A എന്തിനെ സൂചിപ്പിക്കുന്നു? എയർവേ. B എന്തിനെ സൂചിപ്പിക്കുന്നു? ബ്രീത്തിങ്. ആൻഡ് C സർക്കുലേഷൻ. ആൻഡ് D ഡിസബിലിറ്റി. ഓക്കെ, യെസ്. അപ്പൊ ഇതെല്ലാം എക്സാം എയർവേ പോസിബിൾ ആണോ, ബ്രീത്തിങ്ങിന് വേറെ ബുദ്ധിമുട്ടുകളുണ്ടോ, ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആണോ, ആളെ മെന്റലി ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമായിരിക്കും നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യും? സ്റ്റേബിൾ ആക്കി ആളെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ ഈ ഒരു ചെക്ക് ലിസ്റ്റ്, പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ABC, അതായത് ഇതിനെയാണ് നമ്മൾ പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ചെക്ക് ലിസ്റ്റിൽ നോക്കുമ്പോൾ എന്താണ്? ഫസ്റ്റ് എയർവേ ആളുടെ ഓക്കെ ആണോ, ബ്രീത്തിങ് ഓക്കെ ആണോ, സർക്കുലേഷൻ ഓക്കെ ആണോ, ഡിസേബിൾ ആണോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അറിയാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഓരോന്നും, അതായത് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് എയർവേ എങ്ങനെയാണ് നോക്കുന്നത്, എയർവേ പോസിബിലിറ്റീസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്താണ് സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, നമ്മുടെ പേഷ്യന്റിന് എന്താണ് ഫസ്റ്റ് നോക്കുന്നത്? എയർവേ ആണ്. എയർവേ ആളുടെ വായുമാർഗം ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ ആളെ കൊണ്ടുപോകാൻ. പ്രത്യേകിച്ച് ഇവിടെ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. The patients with possibility with airway compromise in the course of transfer should be electively intubated with an endotracheal tube with a cuff which should be fixed properly after verifying its exact position. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പറയുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ചില പേഷ്യൻസിന് പ്രത്യേകിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ശ്വാസ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുള്ള രോഗികൾക്ക് നമ്മൾ എന്ത് സ്ഥാപിച്ചിരിക്കണം? എൻഡോട്രക്കിയൽ ട്യൂബ് അഥവാ ETT എന്ന് പറയുന്നതിന്. അതായത് ശ്വാസ സംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അവരെ ഇൻക്യുബേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മുടെ കഫ് പരിശോധിച്ചതിന് ശേഷം ഈ ഒരു ട്യൂബ് കറക്റ്റ് എക്സാക്ട് പൊസിഷനിൽ നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, എൻഡോട്രക്കിയൽ ട്യൂബ് കണക്ട് ചെയ്തിട്ടായിരിക്കുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പേഷ്യൻസിന് ഒരു ETT ഘടിപ്പിക്കുന്നത്. ഓക്കെ, ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് എൻഡോട്രക്കിയൽ ട്യൂബ് ഘടിപ്പിക്കുന്നത്. ഓക്കെ, യെസ്.
അതായത് എയർവേ സ്റ്റേബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ എന്തായാലും പേഷ്യന്റിനെ കൊണ്ടുപോകല്ലേ, മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വാഹനത്തിലാണെങ്കിലും ഇപ്പൊ ആംബുലൻസിലാണെങ്കിലും എയറിലാണെങ്കിലും എന്താണ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള പേഷ്യൻസിന്റെ എയർവേ ഓപ്പൺ ആക്കിയതിനു ശേഷം എന്താണ് അതിലേക്ക് എൻഡോട്രക്കിയൽ ട്യൂബ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് എക്സാക്ട് പൊസിഷനിൽ തന്നെ ആയിരിക്കണം ഫിക്സും ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ ആ പേഷ്യൻസിന് അനുഭവപ്പെടേണ്ടി വരും. ഓക്കെ, മനസ്സിലായോ എന്താണ് എൻഡോട്രക്കിയൽ ട്യൂബ് എന്താണെന്ന്? ഓക്കെ, ഇനി some patients need a properly placed nasogastric tube. ചില പേഷ്യന്റ് എൻഡോട്രക്കിയൽ ട്യൂബ്, പക്ഷെ ചില പേഷ്യൻസിന് എന്താവശ്യമാണ് nasogastric tube in order to prevent aspiration of gastric contents during transfer. Cervical spine stabilization may be needed in some trauma patients. അപ്പൊ എന്താണ് nasogastric tube എന്ന് പറയുന്നത്? നാസോ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? നാസോ അതായത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള കുറച്ച് ഗ്യാസ്ട്രിക് ആയിട്ടുള്ള കണ്ടൻസുകൾ ഉണ്ട്. ആ കണ്ടൻസുകൾ നമ്മുടെ ശ്വാസകോശത്തിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നാസോ ഗ്യാസ്ട്രിക് ട്യൂബ്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് നോട്ട് ചെയ്യണം എന്നുള്ളത്, അതായത് നമ്മുടെ മൂക്കിലൂടെയും അന്നനാളത്തിലൂടെയും വയറിലേക്കും താഴേക്ക് ഒരു ട്യൂബ് ഇറക്കിക്കൊണ്ടാണ് നമ്മൾ ഈ നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് പ്ലേസ് ചെയ്യുന്നത്. അതും പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്തില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പേഷ്യൻസിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. ഒരു തിൻ ആയിട്ടുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബാണ് ഈ നാസോഗ്യാസ്ട്രിക് ട്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ചില പേഷ്യൻസിന് ഈ നാസോഗ്യാസ്ട്രിക് ട്യൂബ്സ് പ്ലേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതായത് എന്തിനു വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ സ്റ്റൊമക്കിന്റെ അകത്തേക്ക് ഗ്യാസ്ട്രിക് കണ്ടൻസുകളൊന്നും സ്റ്റൊമക്കിന്റെ അകത്തുള്ള ഗ്യാസ്ട്രിക് കണ്ടൻസുകൾ ശ്വാസകോശത്തിനകത്തേക്ക് ഒന്നും പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ട്യൂബ് ഘടിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ അത്? യെസ്. ഇനി അടുത്തൊരു കണ്ടീഷൻ പറയുന്നത് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ needed in some trauma patients. അതായത് ട്രോമ പേഷ്യൻസ്, എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിച്ച പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ അവരെ എങ്ങനെയായിരിക്കണം കൊണ്ടുപോകേണ്ടത്? എങ്ങനെയായിരിക്കണം? അതായത് നട്ടെല്ലിന്റെ അസ്ഥിരത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ സ്റ്റേബിൾ ആക്കിയിട്ട്, അതായത് സ്പൈൻ സ്റ്റേബിളൈസ് ചെയ്തിട്ട് മാത്രമായിരിക്കും നമുക്ക് അത്തരം പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നട്ടെല്ലിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘാതങ്ങൾക്ക് സ്പൈനിന് സംഭവിച്ച പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ. ഓക്കെ, അതായത് ഇൻസ്റ്റേബിൾ ആയിട്ട് എടുക്കുന്ന നെക്കില്ലേ, ഇൻസ്റ്റേബിൾ ആയിട്ട് കിടക്കുന്ന നെക്കിനെ കഴുത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റെബിലൈസ് ചെയ്തിട്ടായിരിക്കുള്ളൂ ഒരു പ്രോസസ്. സ്പൈൻ എന്ന് വെച്ചിരിക്കുന്നത് കഴുത്താണ്. കഴുത്തിന്റെ ഈ ഭാഗം നമ്മൾ സ്റ്റേബിൾ ആക്കിയതിനു ശേഷം മാത്രമായിരിക്കുള്ളൂ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എയർവേ നമ്മള് പോസിബിൾ ആക്കി എയർവേ പ്രശ്നങ്ങൾ തടസ്സം മാറ്റിയിട്ട് മാത്രമായിരിക്കണം പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റിലെ ഫസ്റ്റ് വരുന്ന എ കാറ്റഗറിയിൽ ഏതാ വരുന്നത്? എയർവേ ആണ്. എയർവേ ഉദ്ദേശിക്കുന്നത് എന്താണ്? കൈമാറ്റം ചെയ്യുന്ന സമയത്ത് രോഗിക്ക് ശ്വസന സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഒരു എൻഡോട്രക്കിയൽ ട്യൂബ് കണക്ട് ചെയ്യണം. ഇനി ചില പേഷ്യൻസിന് എന്താണ് നാസോഗ്യാസ്ട്രിക് ട്യൂബ്സ് ആയിരിക്കും. ഇത് നട്ടെല്ലിനോ അല്ലെങ്കിൽ അസ്ഥിരതയുള്ള പേഷ്യൻസ് ആണെങ്കിൽ സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ ഒക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും അവരെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ അല്ലേ? ഈ പേരുകളൊന്ന് നോട്ട് ചെയ്യുന്നു കേട്ടോ. എൻഡോട്രക്കിയൽ ട്യൂബ് ETT എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ശരി, അടുത്ത പ്രീ ചെക്ക് ലിസ്റ്റിലുള്ളത് എന്താണ്? ബ്രീത്തിങ് ആണ് അല്ലെ. നെക്സ്റ്റ് നമ്മൾ പോസിബിൾ ആക്കേണ്ടത് അല്ലെങ്കിൽ സ്റ്റേബിൾ ആക്കേണ്ട ഒന്നാണ് ബ്രീത്തിങ്. പേഷ്യന്റിന്റെ ബ്രീത്തിങ് നോക്കുക.
The ventilation should be sufficiently regulated with optimization of arterial bed gas value. In the suspected pneumothorax, chest drain should be installed before transfer, especially before air transport. Okay, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എയർ ട്രാൻസ്പോർട്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പേഷ്യൻസിന്റെ വെന്റിലേഷൻ നമ്മൾ കൂടുതൽ എന്താണ്, പ്രത്യേകിച്ച് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂ ചെക്ക് ചെയ്യണം. എന്താണ് ABG എന്ന് പറയുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ABG, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ, നമ്മുടെ രോഗിയുടെ ഓക്സിജൻ ലെവലില്, അതായത് CO2 നോർമൽ ആണോ അല്ലെങ്കിൽ ഓക്സിജന്റെയും CO2വിന്റെയും നോർമൽ അളവിലാണോ എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ പേഷ്യന്റിന്റെ ആ ഒരു വാല്യൂസ് ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ നിയന്ത്രിക്കാനായിട്ട് സാധിക്കൂ. അതായത് ബ്ലഡിൽ ഉണ്ടാകുന്ന ഓക്സിജന്റെയും CO2വിന്റെയും വാല്യൂസ് അല്ലെങ്കിൽ അതിന്റെ അളവ് എങ്ങനെയായിരിക്കണം? നോർമൽ ആയിരിക്കും. ഓക്കെ, അതായത് നമുക്കറിയാലോ നമ്മുടെ രക്തധമനികളിൽ എന്തുണ്ട്, ഇത്തരം ഓക്സിജന്റെയും അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവുകൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ, നോർമൽ അളവിലാണെങ്കിൽ മാത്രമേ നമുക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി സ്റ്റേബിൾ ആയിട്ട് നടക്കുള്ളൂ അല്ലെ. അതായത് നമുക്കറിയാം നമ്മുടെ രക്തത്തിന്റെ pH എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? രക്തത്തിന്റെ pH, അതായത് ബേസ് ബാലൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു കേട്ടിട്ടുണ്ടോ? സയൻസ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും. പഠിച്ചിട്ടുണ്ടോ? ഇത്രേ ഉള്ളൂ. ശ്വാസകോശത്തിന് എത്രത്തോളം ഓക്സിജൻ കിട്ടുന്നുണ്ട് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ABG ബ്ലഡ് ഗ്യാസ് വാല്യൂസ് ടെക്സ്റ്റ് ചെയ്തത്. ഓക്കെ, രക്തത്തില് എന്തിന്റെ അളവ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ CO2ന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാവും. ശ്വാസകോശം ശരീരത്തിൽ നിന്നുള്ള എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുള്ളത് എന്നും അതോടൊപ്പം തന്നെ എന്താണ്, എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അതിൽ എത്രത്തോളം നിലനിൽക്കുന്നുണ്ടെന്ന് കൂടി നമുക്ക് ഈ ഒരു വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എങ്കിൽ അത് നോർമൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ പേഷ്യന്റിന് എന്ത് ചെയ്യുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അതുവരെ പേഷ്യന്റിനെ നോർമൽ ആക്കുന്നത് വരെ അത് വെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കുള്ളൂ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ പറഞ്ഞത്? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂ എന്താണ് ഇതിനു മുന്നേ പഠിച്ചിട്ടൊന്നുമില്ലേ നിങ്ങള്? ABG വാല്യൂസ് ഏതൊരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടല്ലോ നിങ്ങൾക്ക്. ബ്ലഡ് ബാങ്കിലാട്ടെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ബ്ലഡ് ബാങ്ക് പഠിച്ചവരാണോ നിങ്ങള്? ഇല്ല, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ എന്താണ് നോക്കേണ്ടത്? ABG വാല്യൂ വെച്ച് നമ്മൾ നോക്കുന്നത് എന്താണ്, രോഗിയുടെ ബ്ലഡിലെ ഓക്സിജന്റെയും CO2വിന്റെ അളവ് നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ അവർക്ക് പ്രോപ്പർ ആയിട്ട് അവരുടെ വെന്റിലേഷൻ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇൻ സസ്പെക്ടഡ് ന്യൂമോതൊറാക്സ് സിറ്റുവേഷൻ, എന്താണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്? എന്ത് സിറ്റുവേഷൻ ആണത്? ന്യൂമോതൊറാക്സ് എന്ത് അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്? എന്താണ് ന്യൂമോതൊറാക്സ്? പേജ് നമ്പർ നിങ്ങളുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ടീച്ചറിൽ 9 ആണ്, 8. അതായത് നമ്മുടെ ശ്വാസകോശത്തിനും നെഞ്ചിന്റെ ഭിത്തിക്കും ഇടയിലായിട്ട് എന്ത് തങ്ങി നിൽക്കുന്നു? എയർ തങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് എന്താ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശ്വാസകോശം ലങ്സിനും ചെസ്റ്റ് വാളിനും, മനസ്സിലായോ? ലങ്സിനും ചെസ്റ്റ് വാളിനും ഇടയിലായിട്ട് എയർ തിങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്ത് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അത്തരം സിറ്റുവേഷൻ വരുന്ന സമയത്ത് നോർമൽ ആയിട്ട് ആൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ? എയർ തങ്ങി നിൽക്കുന്ന സമയത്ത് നോർമൽ ബ്രീത്തിങ് സാധ്യമാണോ? ഇല്ല. യെസ്, അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ചെസ്റ്റ് ഡ്രെയിൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ്. ഒരു ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിക്കണം. എന്താണ് ഇപ്പൊ ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത്? അതൊരു സർജിക്കൽ ആയിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു, അതായത് നമ്മുടെ ഈ ലങ്സിൽ തങ്ങി നിൽക്കുന്ന എയർ ഇല്ലേ, ആ എയറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ഥാപിക്കുന്ന ഒരു ഉപകരണമാണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത്.
നമ്മളിപ്പോ പറഞ്ഞ സിറ്റുവേഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഞ്ചിന്റെ ഭിത്തിക്കും ശ്വാസകോശത്തിന്റെ ഇടയിലായിട്ട് എന്ത് തങ്ങി നിൽക്കും? എയർ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ തങ്ങി നിൽക്കുന്ന എയറിനെ നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം അല്ലെ? ആ റിമൂവ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ലങ്സിന്റെ പ്ലൂറൽ സ്പേസസിലായിരിക്കുള്ളൂ എന്തുണ്ടാവുന്നത്? ഈ എയർ തങ്ങി നിൽക്കുന്നത്. അപ്പൊ എയറിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, ഉപയോഗിക്കുന്ന ഒരു ചെസ്റ്റ് ഡ്രെയിൻ ആണ് ഇത്. ഒരു ചെറിയൊരു വാളാണ് എന്താ ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ തങ്ങി നിൽക്കുന്ന എയറുകളെ റിമൂവ് ചെയ്തിട്ട് ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നോർമൽ ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? എന്താണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത്? ചെസ്റ്റ് ഡ്രെയിൻ എന്തിനു വേണ്ടിയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ശ്വാസകോശത്തിനും നെഞ്ചിന്റെ ഭിത്തിക്കും ഇടയിൽ നിൽക്കുന്ന വായുവിനെ റിമൂവ് ചെയ്തിട്ട് ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നോർമൽ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സ്ഥാപിക്കുന്നത്? എന്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിക്കുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? എസ്പെഷ്യലി ബിഫോർ എയർ ട്രാൻസ്പോർട്ട് അല്ലെ? പ്രത്യേകിച്ച് എയർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിന് മുമ്പായിട്ടാണ് നമ്മൾ എത്ര ഫെസിലിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ ABG വാല്യൂസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ABG വാല്യൂസ് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ശരിക്കും നമ്മുടെ രക്തധമനികളിൽ നടത്തുന്ന ഒരു പരിശോധനയാണ് ABG ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ രക്തധമനികളിൽ നടത്തപ്പെടുന്ന ഒരു ടെസ്റ്റ് ആണ് ABG എന്ന് പറയുന്നത്. ABGയിൽ നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഓരോ രോഗിയുടെയും ബ്ലഡിലെ ഓക്സിജന്റെയും CO2വിന്റെ അളവിന്റെ നോർമൽ ലെവൽ അളക്കുക എന്നുള്ളതാണ് ആ ഒരു ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത് നോർമൽ ആയി കഴിഞ്ഞാൽ എന്താണ്? പേഷ്യന്റിന് സ്റ്റേബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഇത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? എന്തെടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്? ചെറിയൊരു അളവിൽ നമ്മൾ രക്തം എടുത്തിട്ടാണ്, ബ്ലഡ് എടുത്തിട്ടാണ് ഈ ഒരു ABG ഗ്യാസ് വാല്യൂസ് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? നമ്മളിപ്പോ നെക്സ്റ്റ് നോക്കിയത് ബ്രീത്തിങ് ആണ്. അടുത്തത് എന്താണ്? സർക്കുലേഷൻ. സർക്കുലേഷൻ നമ്മൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് patient should have at least 2 wide draw intravenous working cannulas in place for shifting. External hemorrhage, if any, should be regulated, controlled, and any shock should be treated with intravenous fluids and or vasopressors. Availability of cross-matched blood may be needed in the course of transfer. Okay, circulation നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് പേഷ്യന്റിന്റെ എന്താണ് കൈകളില് മിക്കവാറും 2 ഇൻട്രാവെനസ് IV ഇൻട്രാവെനസ് എന്ന് പറയുന്നത് എന്താണ്? IV കേട്ടിട്ടില്ല നിങ്ങള്? IV എന്താണ്? IV നമ്മുടെ മെഡിക്കേഷൻസും ലിക്വിഡ്സും ഒക്കെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യില് കാനുലേഷൻ ചെയ്യാറില്ലേ? അല്ലേ? ഇൻട്രാവെനസ് അത് 2 എണ്ണമെങ്കിലും ഉണ്ടായിരിക്കും. അതായത് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രാവെനസ് IV കാനുലാസുകൾ 2 എണ്ണം ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ് 2 എണ്ണം ഘടിപ്പിക്കുന്നത്? നമുക്ക് ഒരെണ്ണത്തിൽ കൂടി ചിലപ്പോൾ എന്താണ്, ഇപ്പൊ എന്തെങ്കിലും ഡീഹൈഡ്രേഷൻ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും മറ്റതിൽ എന്തിനാണ് മെഡിക്കേഷൻസും അല്ലെങ്കിൽ മറ്റ് ഇഞ്ചക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 2 കാനുലാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 വൈഡ് ത്രോ ഇൻട്രാവെനസ് വർക്കിംഗ് കാനുലാസ് അറ്റ്ലീസ്റ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി എക്സ്റ്റേണൽ ഹെമറേജ് എന്ന സിറ്റുവേഷൻ. എന്താണ് എക്സ്റ്റേണൽ ഹെമറേജ് എന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ഹെമറേജ് ബാഹ്യമായ രക്തസ്രാവം ഉണ്ടാവുമ്പോൾ അല്ലെ? കാനുലേഷൻ എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായോ? കാനുലേഷൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന്? നമ്മുടെ വെയിനിലാണ് ഇത് സ്ഥാപിക്കുന്നത് അല്ലെ? കണ്ടിട്ടില്ലേ നിങ്ങള്? ആ വെയിനിൽ അത് സ്ഥാപിക്കുകയും പിന്നെ മരുന്നുകൾ നൽകാനും മറ്റു ഫ്ലൂയിഡ്സ് ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കാനുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ഹെമറേജ് എന്ന സിറ്റുവേഷൻ, അതായത് എന്താണ്? ബാഹ്യമായിട്ട് നമുക്ക് രക്തസ്രാവം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് 2 കാനുലേഷൻ അവിടെ ഘടിപ്പിക്കുന്നത്. ഇനി അതുപോലെ നമ്മൾ എന്താണ്? ബാഹ്യ രക്തസ്രാവം നമുക്ക് നിയന്ത്രിക്കാൻ, എക്സ്റ്റേണൽ ആയിട്ടുള്ള രക്തസ്രാവം നമുക്ക് നിയന്ത്രിക്കാനായിട്ടും സാധിക്കും. ഇനി അവൈലബിലിറ്റി ഓഫ് ഇവിടെ പറയുന്നുണ്ട് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത്
and any shock should be treated. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഷോക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഫ്ലൂയിഡ് അല്ലാതെ എന്തെങ്കിലും തരത്തിൽ വാസോ പ്രസേഴ്സും അവിടെ ഉപയോഗിക്കാവുന്നതാണ്. എന്താണ് വാസോ പ്രസേഴ്സ് എന്ന് പറയുന്നത്? വാസോ പ്രസേഴ്സസ് കേട്ടിട്ടുണ്ടോ? എന്ത് സാധനമാണത്? മെഡിക്കേഷൻ ആണോ വാസോ പ്രസേഴ്സ് എന്ന് പറയുന്നത്? യെസ്, ലോ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് അല്ലെ, അതായത് കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ള പേഷ്യൻസിന് നമ്മളുടെ അവർക്ക് രക്തക്കുഴലുകൾ ചുരുങ്ങുകയോ ഇടുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് എന്ത്? വാസോപ്രസേഴ്സ് എന്ന് പറയുന്നത്. ലോ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസ്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അവർ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വാസോപ്രസേഴ്സ് ഉപയോഗിക്കുന്നത്. യെസ്, ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ക്രോസ് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് ആവശ്യമായിട്ട് വന്നേക്കാം. എന്താണ് ക്രോസ് മാച്ച്ഡ് ബ്ലഡ് എന്ന് പറയുന്നത്? ക്രോസ് മാച്ച്ഡ് ബ്ലഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയുടെ ആ ഒരു ടൈമില് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ആവശ്യമാണ് പ്രത്യേകിച്ച് ഗതാഗത സമയത്ത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് സെയിം ബ്ലഡ് അല്ലെ, സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ബ്ലഡ്സ് ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പം അതുകൂടി നമ്മൾ കരുതിയിട്ട് വേണം ആവശ്യത്തിനനുസരിച്ച് അവരുടെ അവൈലബിലിറ്റി, അതായത് ഒരാളുടെ എ പോസിറ്റീവ് ആണെങ്കിൽ എ പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് നമ്മൾ അതിൽ അവൈലബിൾ ആക്കിയിട്ടായിരിക്കണം ആ പേഷ്യന്റിനെ നമ്മൾ പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ പേഷ്യന്റ് സർക്കുലേഷൻ നോർമൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് 2 ഇൻട്രാവേർണസ് വർക്കിംഗ് കാനുലാസ് പേഷ്യൻസിനെ കടിക്കുന്നതിലൂടെയാണ് നമ്മൾ മരുന്നുകൾ ഫ്ലൂയിഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഹെമറേജ് ഉള്ള പേഷ്യൻസ്, ബാഹ്യ രക്തസ്രാവമുള്ള പേഷ്യൻസിനെ കൺട്രോൾ ചെയ്യുന്നതിന് അവർക്ക് വേണ്ട ഫ്ലൂയിഡ്സുകളും മരുന്നുകളും നമ്മൾ ഇതിൽ കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് വാസോപ്രസേഴ്സ് എന്ന് പറയുന്നത്. ലോ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിനാണ് നമ്മൾ വാസോപ്രസേഴ്സ് എന്ന മരുന്നുകൾ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു സമയത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? ക്രോസ് മാച്ചുള്ള ബ്ലഡിന്റെ അവൈലബിലിറ്റി നിർബന്ധമായിട്ട് നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് വേണം പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എയർവേയും ബ്രീത്തിങ്ങും സർക്കുലേഷനും ഒന്ന് വായിച്ചു നോക്കിയേ. എയർവേയും ബ്രീത്തിങ്ങും സർക്കുലേഷനും ഒന്ന് വായിച്ചു നോക്കട്ടോ. അത് നോക്കിയിട്ട് എന്തെങ്കിലും ആ ഭാഗത്ത് ക്ലിയർ അല്ലെന്നുണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞേ. ക്ലിയർ ആണോ? ടീച്ചർ പറയുന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്യാമോ? ABG എന്ന് പറഞ്ഞിട്ട് ഒന്ന് നോട്ട് ചെയ്തേ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ABG എന്താണ്? amount of എഴുതിക്കോ. amount of oxygen and carbon dioxide in your blood. The amount of
oxygen and carbon dioxide in your blood. ABG എന്താണെന്ന് കേട്ടോ. ABG stand for എന്താണ്? Arterial blood gas value കേട്ടോ. ഇത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിന്റെ ബ്ലഡിലെ CO2 ഓക്സിജനും മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ABG ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആണോ? വാസോപ്രസസ് എന്താന്ന് മനസ്സിലായല്ലോ? വാസോപ്രസസ് ലോ ബ്ലഡ് പ്രഷേഴ്സ് ഉള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നാണ്. അതേപോലെ ന്യൂമോതൊറാക്സ് എന്താന്ന് മനസ്സിലായല്ലോ? ന്യൂമോതൊറാക്സ് എന്താണ്? എന്ത് സിറ്റുവേഷൻ ആണ്? എവിടെ എയർ തങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ന്യൂമോതൊറാക്സ്? ന്യൂമോതൊറാക്സ് എന്താണ്? ചെസ്റ്റ് വാൾ ആൻഡ് ലങ്സ് കേട്ടോ. ചെസ്റ്റ് വാളിനും ലങ്സിനും ഇടയിലായിട്ട് എയർ തിങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ. അത്ര സിറ്റുവേഷൻസിൽ നമ്മൾ എന്താണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ചെസ്റ്റ് ഡ്രൈവ്. ഓക്കെ, യെസ്. ഈ ന്യൂമോതൊറാക്സിന്റെ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? എന്താണ് അതിന്റെ സിംറ്റം എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കും? ചെസ്റ്റ് പെയിനും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിരിക്കും വരുന്നത് കേട്ടോ. നല്ല രീതിയിൽ ചെസ്റ്റ് പെയിൻ ഉണ്ടായിരിക്കും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും, പിന്നെ എന്താണ് എക്സ്ട്രീംലി ടയർഡ്നെസ് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കുള്ളൂ ആ പേഷ്യന്റ് ഉണ്ടാവുക. ഓക്കെ, ഇത് പറയട്ടെ. അടുത്ത ചെക്ക് ലിസ്റ്റിലുള്ളത് നമ്മൾ 3 പറഞ്ഞോളൂ. അടുത്തത് എന്താണ്? ഡി എന്തിനെ സൂചിപ്പിക്കുന്നു? ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. Patients with a head injury should have their Glasgow Coma Scale (GCS) adequately monitored and recorded in document before the course of transfer and before the administration of any sedative or paralytic agent. Disability അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് നോക്കാന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റിന്റെ കോൺഷ്യസ് ലെവൽ ആണ് നമ്മൾ ശരിക്കും അവിടെ നോക്കുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഹെഡ് ഇഞ്ചുറീസ് വന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ എന്ത് മെഷർ ചെയ്യണം? നമ്മൾ കോൺഷ്യസ് ലെവൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ അല്ലേ? നോട്ട് ചെയ്യാട്ടോ. ഗ്ലാസ്ഗോ കോമ സ്കെയിൽ GCS. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഒരു ടൂൾ ആണ് കേട്ടോ. ജസ്റ്റ് യൂസ് ടു മെഷർ പേഷ്യൻസ് കോൺഷ്യസ് ലെവൽ. അതായത് ഒരു പേഷ്യൻസിന്റെ കോൺഷ്യസ് ലെവൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. പ്രത്യേകിച്ച് എങ്ങനെയുള്ള പേഷ്യൻസിന് ഹെഡ് ഇഞ്ചുറീസ് ഒക്കെ പറ്റിയിട്ട് അബോധാവസ്ഥയിലുള്ള പേഷ്യൻസിന്റെ കോൺഷ്യസ് ലെവൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു ടൂൾ ആണ് കേട്ടോ. അത് ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കും. ആള് റെസ്പോണ്ട് ചെയ്യണ്ടോന്ന് അറിയാനായിട്ട് കമാൻഡുകൾ ചോദിക്കും. കൈകൾ ഉയർത്തോ അല്ലെങ്കിൽ തിരിഞ്ഞു കിടക്കും എന്നൊക്കെ പറയൂലേ നമ്മുടെ ഡോക്ടേഴ്സ്. ഒന്ന് കണ്ണുകൾ തുറക്കാമോ, ഒന്ന് ചെരിഞ്ഞു കിടക്കാമോ എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കൂലേ. ആ ഇൻസ്ട്രക്ഷൻസിനൊക്കെ അവർ റെസ്പോണ്ട് ചെയ്യണ്ടോന്ന് കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്യും. അങ്ങനെയാണ് ഈ കോൺഷ്യസ് ലെവൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, കണ്ടിട്ടില്ലേ ഡോക്ടേഴ്സ് അങ്ങനെ ചോദിക്കുന്നത്? നമ്മൾ കോൺഷ്യസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു കാര്യം ചോദിക്കുന്നത്. എന്ത് പറ്റിയതാണ് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോ കോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കും അല്ലെ. യെസ്. അപ്പൊ അവർക്ക് എന്താ മനസ്സിലാണ്? അവരുടെ കോൺഷ്യസ് ലെവൽ ഓക്കെ ആണ്, പേഷ്യൻസിന് വേറെ പ്രോബ്ലംസ് അധികം ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ GCS എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? പേഷ്യന്റിന്റെ കോൺഷ്യസ് ലെവൽ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂള് ഉപയോഗിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യാൻ വേണം. GCSന്റെ എക്സ്പാൻഷൻ പഠിക്കാൻ വേണം കേട്ടോ. മാത്രമല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുകയും വേണം. പേഷ്യന്റിന്റെ കോൺഷ്യസ് ലെവൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും വേണം. അതോടൊപ്പം തന്നെ എന്താണ്? The course of transfer and before the administration of any sedative or paralytic agent. Sedative or paralytic agents എന്ന് പറയുന്നത് എന്തിനു വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ്? അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്?
ഇവിടെ പറയുന്നത് നമ്മൾ ഈ സെഡേറ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നതിന് മുൻപും അതിനുശേഷവും എന്ത് ചെക്ക് ചെയ്തിരിക്കണം? പേഷ്യന്റ് കോൺഷ്യസ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതായത് എന്തെങ്കിലും പാരലറ്റിക് ആയിട്ടുള്ള ഏജൻസുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് പാരലറ്റിക് ഏജൻസ് മരുന്നുകൾ കൊടുക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മസിൽസുകളെയൊക്കെ തളർത്തുന്ന അല്ലെങ്കിൽ സെഡേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളില്ല. അത് കൊടുക്കുന്നതിന് മുൻപും ശേഷവും എന്ത് വേണം? പേഷ്യന്റ് കോൺഷ്യസ് ആണെന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കണം നമ്മള് അത് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം ആ പേഷ്യൻസിന് ഈ ഒരു ട്രാൻസ്ഫർ വേളയിൽ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം കേട്ടോ. മാത്രമല്ല കൊടുക്കുന്നതിന് മുമ്പ് ആളെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, ഒരു സെഡേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ആളെങ്ങനെ റെസ്പോണ്ട് ചെയ്തു, സെഡേഷന് ശേഷം ഏത് രീതി റെസ്പോണ്ട് ചെയ്തത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ടി എന്ന് സൂചിപ്പിക്കുന്നത് പേഷ്യന്റിന്റെ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് മെഷർ ചെയ്യുന്നത്, പേഷ്യന്റിന്റെ ബോധാവസ്ഥ ക്ലിയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആള് കോൺഷ്യസ് ആണോ എന്ന് അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് എന്ത്? ഗ്ലാസ്ഗോ കോമ സ്കെയില്. അത് ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ പേഷ്യന്റിനെ കൃത്യമായിട്ട് അവരുടെ കോൺഷ്യസ് ലെവൽ മോണിറ്റർ ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ എന്താണ്, സെഡേറ്റീവ് മരുന്നുകൾ കൊടുക്കുന്നതിന് മുൻപും ശേഷവും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇത് കറക്റ്റ് ആയിട്ട് ആളുടെ കോൺഷ്യസ് ലെവൽ ചെക്ക് ചെയ്തത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിർബന്ധമായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഡോക്യുമെന്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായോ? പാരിയാലിറ്റിക് ഏജന്റിന്റെ ഇവിടെ സൈഡിൽ ഒന്ന് നോട്ട് ചെയ്തിടാമോ? ടീച്ചർ പറയുന്നത് അതെന്താണ്? അതൊരു ന്യൂറോ മസ്കുലർ ബ്ലോക്കിംഗ് ഏജന്റ് ആണ് കേട്ടോ. ന്യൂറോ മസ്കുലർ ബ്ലോക്കിംഗ് ഏജന്റ് ആണ് സെഡേറ്റീവ് അല്ലെങ്കിൽ പാലിയാറ്റിക് എന്ന് പറയുന്നത് കേട്ടോ. ന്യൂറോ മസ്കുലർ ബ്ലോക്കിംഗ് ഏജന്റ്, ന്യൂറോ മസ്കുലർ ബ്ലോക്കിംഗ് ഏജന്റ്. മസിൽസുകളിലാണ് പേശികളിലേക്ക് തളർത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏജൻസുകളാണ് ഇതെല്ലാം കേട്ടോ. ഓക്കെ, ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലായോ? ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. The patient should be protected from cold by providing suitable blankets. Apart from above pre-transfer checklist on the day transfer itself, all basic investigation should be performed to reflect the present condition of the patient. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ഈ ചെക്ക് ലിസ്റ്റിന്റെ കൂടെ തന്നെ ചെയ്യേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? ഇവിടെ സൂട്ടബിൾ ആയിട്ടുള്ള ബ്ലാങ്കറ്റ്സുകൾ ഉപയോഗിക്കാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ചില പേഷ്യൻസിന് ചില സമയത്ത് ടെമ്പറേച്ചർ അധികം അമിതമായിട്ട് വിറയലൊക്കെ വരുന്ന പേഷ്യൻസ് ഉണ്ടാവില്ല, വിറയലൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്ലാങ്കറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അത് ഈ ഒരു ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സൂട്ടബിൾ ആയിട്ടുള്ള ബ്ലാങ്കറ്റ്സുകൾ നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നത്. മാത്രമല്ല പ്രസന്റ് ആ കൊണ്ടുപോകുന്ന സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒന്ന് ഓക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്ര അവർക്ക് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് നീഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ചെക്ക് ചെയ്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ പ്രസന്റ് കണ്ടീഷൻ ഓക്കെ ആയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പൊ പഠിച്ചത് ഇത്തിരി ശ്രദ്ധിക്കണേ. നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് അവരെ സ്റ്റെബിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ പ്രിപ്പയർഡ് ആക്കുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലെ. അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് ഒരു പേഷ്യന്റിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്? ഒന്ന് എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ആൻഡ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എന്നിവ ഓക്കെ ആക്കിയിട്ട് മാത്രമായിരിക്കണം നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? പിള്ളേരെ ക്ലിയർ ആണെങ്കിൽ അങ്ങനെ ആരും പറയണേ. യെസ്,
ഇനി നമ്മൾ നോക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓക്കെ ആക്കി കേട്ടോ, പേഷ്യന്റിനെ നമ്മൾ പ്രിപ്പയർഡ് ആക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഏത് മോഡ് ഓഫ് ട്രാൻസ്ഫറിലാണ് ഈ പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെ? മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് ഉദ്ദേശിക്കുന്ന അറിയാലോ, ട്രാൻസ്പോർട്ടേഷൻ ആണ് അല്ലെ, ഗതാഗത സൗകര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഇപ്പൊ പ്രിപ്പയർഡ് ആയ പേഷ്യന്റിന് നമ്മൾ എന്ത് ചെയ്യണം? The two most commonly employed methods of transfer of patients are ground transport by including ambulances and mobile intensive care units and air transport including helicopter or aeroplane ambulance. അപ്പൊ നമുക്ക് മോഡ് ഓഫ് ട്രാൻസ്ഫർ പല വിധത്തിലുണ്ട് അല്ലെ. പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഏതാണെന്നുള്ളത് ആ ഒരു സമയത്താണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഒന്ന് ആംബുലൻസുകളുണ്ട്, അതേപോലെ തന്നെ എന്താണ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സുകളുണ്ട്. എന്താണ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത്? MICUS, വൈ അല്ല കേട്ടോ, US ആണ്. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് MICUS. ഇവിടെ വൈ എന്നാണ് കിടക്കുന്നത്, കറക്റ്റ് ചെയ്യണേ. അത് പോർട്ടബിൾ ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ് അല്ലെ. അതായത് ഇന്റൻസീവ് കെയർ പേഷ്യൻസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ സർവീസസുകളാണ്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, പേഷ്യൻസിന് നമ്മള് എന്താ പറയാ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സുകളാണ് എന്ത് MICUS എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്നില്ലെങ്കിൽ ആംബുലൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലുള്ള MICS ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ പേര് അണ്ടർലൈൻ ചെയ്ത് mobile intensive care units. ഇതൊരു പോർട്ടബിൾ യൂണിറ്റ് ആണ്. ഇത് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? that provide extra അല്ലെങ്കിൽ that provide advanced life supporting equipmentsഉം കാര്യങ്ങളായിരിക്കും എന്തിലുണ്ടായിരിക്കുക? ഈ ഇന്റൻസീവ് കെയർ ആംബുലൻസ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പൊ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഴ്സിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ആംബുലൻസസും MICSഉം കേട്ടോ, MICUSഉം ഉപയോഗിക്കുന്നത്. ഇനി അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഏതാണ്? ഒന്നല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട്, അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഹെലികോപ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ എയർപ്ലെയിൻ, ആംബുലൻസസ്. ഇതിലേതെങ്കിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എല്ലാം തന്നെ എന്തിനു ഡിപ്പെൻഡ് ചെയ്തിരിക്കും? പേഷ്യന്റിന്റെ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ക്രിട്ടിക്കലി ഇൽ ആയിട്ടുള്ള പേഷ്യൻസിന്റെ കേസസുകളിലാണ് നമ്മൾ പ്രത്യേകിച്ച് ഹെലികോപ്റ്റേഴ്സ് ആൻഡ് എയർപ്ലെയിൻ ആംബുലൻസുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ മോഡ് ഓഫ് ട്രാൻസ്ഫർ? ഓക്കെ, നിങ്ങളറിയാ മനസ്സിലാവാതെ ഇസ് പറയരുത് കേട്ടോ. ഓക്കെ, ഇനി ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടും എയർ ട്രാൻസ്പോർട്ടും രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. നോക്കാം. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ വരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് ആർ യൂസ്ഡ് ഇൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ ഒരുപാട് ആംബുലൻസിന്റെ ടൈപ്സുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 7 ടൈപ്സോളം നമ്മൾ ആംബുലൻസിൽ പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസിന്റെ പേരുകൾ. പ്രത്യേകിച്ച് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യം ഉപയോഗിക്കുന്നത് എന്താണ്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. പഠിച്ചിട്ടില്ലേ നമ്മൾ ആംബുലൻസ്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്താണ് അതിന്റെ പ്രത്യേകത? These ambulances are conditioned with adequate staff and monitoring devices to shift patients without life-threatening conditions, and these can only provide basic life support services. അപ്പൊ എന്താണ് ബേസിക് ലൈഫ് സപ്പോർട്ട് സർവീസസ് കൊടുക്കുന്ന ആംബുലൻസുകൾ ഉണ്ട്. അതില് ആഡിക്വേറ്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ എന്തായിരിക്കും? മോണിറ്റർ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സും ഡിവൈസസുകളും, പിന്നെന്താണ് പ്രത്യേകിച്ച് shifted to patients without life-threatening condition, and these can only provide basic life support services. ഇവിടെ എന്ത് സർവീസസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? ബേസിക് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് മാത്രമേ ഈ ഒരു ആംബുലൻസിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതൊരു കാറ്റഗറിയാണ്. അടുത്ത കാറ്റഗറി ആണെങ്കിൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് അല്ലെ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് അതിന്റെ പ്രത്യേകത? These ambulances can provide modern life support like endotracheal intubation, cardiac monitoring, defibrillation, administration of intravenous fluids or vasopressors. These are adequately staffed and made ready for shifting patients with life-threatening conditions. So, advanced life support എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാത്തരം മോഡേൺ ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. അതിൽ പ്രത്യേകിച്ച് എൻഡോട്രക്കിയൽ ട്യൂബുകളും അതേപോലെ തന്നെ കാർഡിയാക് മോണിറ്ററിംഗ് ചെയ്യാൻ എല്ലാ ഡിവൈസസുകളും, ഡിഫിബ്രിലേഷൻ കൊടുക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും, പിന്നെ അതേപോലെ തന്നെ എന്താണ്
ഇൻട്രാവെനസ് ഫ്ലൂയിഡ്സുകൾ കണക്ട് ചെയ്യുന്നതിനുള്ള വാസോപോസസ് മെഡിക്കേഷൻസ് എല്ലാം തന്നെ ഇതിലുണ്ടായിരിക്കും. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പ്രത്യേകിച്ച് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത് തരത്തിലുള്ള എല്ലാത്തരം ഫെസിലിറ്റീസും എന്തിലുണ്ടായിരിക്കും? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഉണ്ടായിരിക്കും. ഈ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിന് നമ്മൾ വേറൊരു പേരിൽ പറയാറില്ലേ? എന്ത് പേരാണ്? നമ്മള് മൊഡ്യൂള് 2 പഠിച്ചിട്ടുണ്ടല്ലോ. എന്ത് പേരാണ് ഇതിനെ പറയുന്നത്? അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിന് പറയുന്ന ആൽസോ നോൺ ആസ് പേരാണ്? ഏത് പേരാണ് പിള്ളേരെ? ഈ ഡിവൈസുകൾ കണ്ടിട്ട് തന്നെ എന്ത് തോന്നുന്നു? ഏതുതരം ആംബുലൻസ് ആയിരിക്കും ഇത്? നല്ല അടിപൊളി, നമുക്ക് മറന്നുപോയി അല്ലേ? അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിന് പറയുന്ന മറ്റു പേരെന്താണ്? കാർഡിയാക്. അടിപൊളി, നമ്മുടെ കൊടുത്തിട്ടൊന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ചോദിച്ചത്. നല്ല ആൾക്കാരാണ്. കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് പറയില്ലേ? ഇതിനെ പഠിച്ചല്ലേ ഡിപ്ലോമയില്? അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ഉള്ള ആംബുലൻസ് എന്ന് പറയുന്ന നോർമലി മറ്റൊരു പേരാണ് എന്ത്? കാർഡിയാക് കെയർ ആംബുലൻസുകൾ. അതാണ് ടീച്ചർ ചോദിച്ച ആ സിറ്റുവേഷൻസ് നോക്കിയത് ഏതുതരം ആംബുലൻസ് ആണ്? എൻഡോട്രക്കിയൽ ട്യൂബ്, കാർഡിയാക് മോണിറ്ററിംഗ് ഡിഫിബ്രിലേഷൻ, ഇതൊക്കെ കൊടുക്കുന്നത് ഏതുതരം ആംബുലൻസിലാണ്? കാർഡിയാക് കെയർ ആംബുലൻസസ് ആയിരിക്കും നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത് MICU. എന്താണ് MICU? MICU, Medical Intensive Care Units. Medical Intensive Care Unit is a specialized vehicle with all equipment and staff to transfer patients who are critically ill and are usually used in combination with specialist retrieval team in a few developed countries. MICU. എന്താണ് MICU എന്ന് പറയുന്നത്? MICU എന്താണ്? യെസ്, മെഡിക്കൽ ഓൺ മൊബൈൽ പറയാണ്ട് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ സെയിം ആണ് കേട്ടോ. മൊബൈൽ ആണ്, മെഡിക്കൽ അല്ല. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും ക്രിട്ടിക്കൽ ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് MICUs നമ്മൾ ഉപയോഗിക്കുന്നത്. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സുകൾ. ഓക്കെ, and are usually used in combination with the specialist tribal team in few developed countries. Developed countries like അതായത് വികസിത രാജ്യങ്ങളിലൊക്കെ എന്താണ് ഇതില് സ്പെഷ്യലൈസ്ഡ് ഉള്ള സ്പെഷ്യലിസ്റ്റുകളൊക്കെ എന്തിലുണ്ടായിരിക്കും? ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിൽ ചില വികസിത രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കും. അതിന്റെ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. കോമ്പൈൻ ചെയ്തിട്ടായിരിക്കും അതിനകത്ത് സ്റ്റാഫുകള്, അതായത് നോർമൽ സ്റ്റാഫുകളെക്കാൾ കൂടുതൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഡോക്ടേഴ്സും കാര്യങ്ങളും ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക, MICUs ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. ഇപ്പൊ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ എന്തൊക്കെയാണ് വരുന്നത്? പേരുകൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ വരുന്നുണ്ട്: ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസസ് ആൻഡ് MICUs. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി എയർ ട്രാൻസ്പോർട്ട്. The use of air transport has been increasing in developed countries because of the advantages of swift transport, including specialized medical care. There has been an improved prognosis of patients with trauma, severe myocardial infarction, and severe stroke owing to rapid provision of suitable medical care by the use of air transport. Air transport നമ്മൾ ഏത് സാഹചര്യങ്ങളാണ് ഉപയോഗിക്കാറ്? തീർച്ചയായിട്ടും കൂടുതൽ നമ്മൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചാണ് അല്ലെ. അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ എത്രയും പെട്ടെന്ന് ആ പേഷ്യന്റിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എയർ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? ഏതെങ്കിലും ട്രോമ എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിച്ച പേഷ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സിവിയർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. എന്താണ് സിവിയർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത്? ഇനി നമ്മൾ മറ്റൊരു പേരിൽ പറയും,
സിവിയർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, യെസ് വെരി ഗുഡ്, ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലെ, അതായത് ഹൃദയാഘാതം. നമ്മുടെ ഹൃദയപേശികളിലേക്ക് രക്തയോട്ടം നിലയ്ക്കുന്നതിന് ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സിവിയർ സ്ട്രോക്ക് സംഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. സ്ട്രോക്ക്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, ട്രോമ, അങ്ങനെയുള്ള പേഷ്യൻസിന് സൂട്ടബിൾ ആയിട്ടുള്ള മെഡിക്കൽ കെയർ ലഭിക്കുന്നതിന്, എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിക്ക ഡെവലപ്ഡ് കൺട്രീസിലും എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉപയോഗിച്ചാണ് പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ പഠിച്ചത് ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ, മോഡ് ഓഫ് ട്രാൻസ്ഫർ. പേഷ്യന്റിനെ സ്റ്റേബിൾ ആക്കിയതിനു ശേഷം ഏത് മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ് തീരുമാനിക്കുന്നത് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. പ്രധാനമായിട്ടും നമ്മൾ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നുണ്ട്, എയർ ട്രാൻസ്പോർട്ടും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്താ, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിലെ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് അല്ലെങ്കിൽ കാർഡിയാക് കെയർ ആംബുലൻസിൽ പ്രത്യേകിച്ച് കാർഡിയാക് സിറ്റുവേഷൻസ് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ വേണ്ടുള്ള ഇൻട്രോഡക്റ്റീവ് ട്യൂബ് അല്ലെങ്കിൽ എക്സ്ട്രാ കാർഡിയാക് മോണിറ്ററേഷൻ, ഡിഫിബ്രിലൈസേഷൻ, മറ്റ് വാസോപ്രസസ് മെഡിക്കേഷൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള അഡ്വാൻസ്ഡ് കെയർ അടങ്ങിയുള്ള എല്ലാ എക്യുപ്മെന്റ്സും ഇതിലുണ്ടായിരിക്കും. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ്. MICS എന്ന് പറഞ്ഞാൽ എന്താണ്, മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സുകളാണ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോർട്ടബിൾ വെഹിക്കിൾസ് ആണ്. പ്രത്യേകിച്ച് ക്രിട്ടിക്കലി ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. മറ്റ് ഡെവലപ്ഡ് കൺട്രീസിൽ ഇതിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരിക്കും, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എല്ലാം അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഒരു കോമ്പിനേഷൻ ആയിരിക്കുള്ളൂ MICS ഉണ്ടായിരിക്കും. എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ അതും ഡെവലപ്ഡ് കൺട്രീസിനെ ബേസ് ചെയ്തിട്ടാണ്. പ്രധാനമായിട്ടും ഒരു സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ എത്രയും പെട്ടെന്ന് പേഷ്യൻസിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയർ സംവിധാനം ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഏതൊക്കെ കണ്ടീഷൻസിലാണ്, ട്രോമ അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഓർ ഹാർട്ട് അറ്റാക്ക്. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്, ഹൃദയാഘാതം അല്ലെങ്കിൽ ചില സ്ട്രോക്ക് പോലുള്ള സിറ്റുവേഷൻസിലൊക്കെ സൂട്ടബിൾ മെഡിക്കൽ കെയർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എയർ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ ഇല്ലുള്ള പേഷ്യൻസിനാണ് അല്ലെങ്കിൽ ചില ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലുള്ള പേഷ്യൻസിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, എയർ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളിവിടെ ഒരെണ്ണം 3 പറഞ്ഞോളൂ, ട്രോമ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്. ഇനി ഇത് കൂടാതെ തന്നെ എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുന്ന രോഗികൾ ഏതൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. പേഷ്യൻസ് വിത്ത് സിവിയർ ട്രോമ ആൻഡ് പെനിട്രേറ്റിംഗ് ചെസ്റ്റ് injuries, multi-stem injuries, crush injuries, or patients with unstable vital signs. Okay, ഇനി എയർ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് ബെനിഫിറ്റ് കിട്ടുന്ന രോഗികളിൽ ഫസ്റ്റ് വരുന്ന എന്താണ്, എന്തെങ്കിലും സിവിയർ ട്രോമ അല്ലെങ്കിൽ പെനിട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ തുളച്ചു കയറുന്ന എന്തെങ്കിലും, അതുപോലെ എന്താ പറയാ ഗൺഷൂട്ടൊക്കെ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെസ്റ്റിലേക്ക് തുളഞ്ഞു കയറുന്ന തരത്തിൽ എന്തെങ്കിലും അപകടം പറ്റിയ പേഷ്യന്റ് ആണെങ്കിൽ അങ്ങനെയുള്ളവരെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ എയർ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കും അല്ലെ. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ സിനിമയിൽ റിയൽ ആയിട്ട് കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഗൺഷൂട്ട് അല്ലെങ്കിൽ അതർ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നെഞ്ചിന്റെ ഭാഗം തുളഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് എയർ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. അതേപോലെ മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ്, മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ് എന്ന് പറയുന്നത് മൾട്ടി സിസ്റ്റം എന്താണ് മൾട്ടി സിസ്റ്റം എന്ന് പറയുമ്പോ ഒരു ബോഡി ഓർഗണിനെ മാത്രമാണോ അഫക്ട് ചെയ്യുന്നത്? ഒന്നിൽ കൂടുതൽ ബോഡി ഓർഗൻസിനെ അഫക്ട് ചെയ്യുന്നതാണ് എന്ത്, മൾട്ടിസിസ്റ്റം ഇഞ്ചുറീസ് എന്ന് പറയുന്നത് അല്ലെ. ഒന്നിൽ കൂടുതൽ അവയവങ്ങളിൽ മുറിവേൽക്കുന്ന സിറ്റുവേഷൻ ആണ് മൾട്ടിസിസ്റ്റം ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. അത്തരം സിറ്റുവേഷൻസിൽ എന്താണ് എയർ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. ക്രഷ് ഇഞ്ചുറീസ്, എന്താണ് ക്രഷ് ഇഞ്ചുറീസ്? ക്രഷ് ഇഞ്ചുറീസ് ഏതെങ്കിലും അപകടം പറ്റിയത് ഇന്റേണൽ ഓർഗൻസിൽ ബ്ലീഡിങ് ഉണ്ടാവില്ല, ഇന്റേണൽ ആയിട്ട് ബ്ലീഡിങ് സിറ്റുവേഷൻസ് വരുന്ന കണ്ടീഷൻസ്, അതൊക്കെയാണ് ക്രഷ് ഇഞ്ചുറീസിൽ വരുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്താവശ്യമാണ്, എയർ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ് അല്ലെ. ഓക്കെ, ഇനി അടുത്തൊരു കണ്ടീഷൻ എന്താണ്, പേഷ്യൻസ് വിത്ത് അൺസ്റ്റേബിൾ വൈറ്റൽ സൈൻസ്.
പേഷ്യൻസ് വിത്ത് അൺസ്റ്റേബിൾ വൈറ്റൽ സൈൻസ്. എന്താണ് അൺസ്റ്റേബിൾ വൈറ്റൽ സൈൻസുകൾ എന്ന് പറയുന്നത്? ശരീരത്തിൽ എന്തെങ്കിലും സുപ്രധാനമായിട്ടുള്ള അടയാളങ്ങള് അതെങ്ങനെ വരുന്നു? എങ്ങനെ വരുന്നതാണ് ഇത്തരം വൈറ്റൽ സയൻസുകള്? ചില സിറ്റുവേഷൻസിൽ കാരണം ഒന്നും അറിയാതെ തന്നെ ചിലപ്പോ എന്താണ് ശരീരഭാഗങ്ങൾ ഓർഗൻസിലൊക്കെ എന്തെങ്കിലും തരത്തിൽ പ്രത്യേകമായിട്ട് പാടുകളോ അല്ലെങ്കിൽ ബൾജ് ചെയ്ത് വരും, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ റെയർ ആയിട്ട് കാണാറുണ്ട് അല്ലെ? അത്തരം സാഹചര്യത്തിൽ ചിലപ്പോൾ അതായത് ശരീരത്തിനകത്ത് എന്തെങ്കിലും തരത്തിലെ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സയൻസ് പുറത്തേക്കായിരിക്കും കാണിക്കുന്നത് ആ സിഗ്നലുകൾ. അതായത് അതാണ് എന്താ ശരീരത്തില് സുപ്രധാനമായിട്ട് എന്തെങ്കിലും അടയാളങ്ങൾ കാണിക്കും. ചിലപ്പോൾ ഏതെങ്കിലും അപകടം പറ്റിയതിന്റെ ഭാഗമായിട്ടായിരിക്കാം അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത്തരം പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ആവശ്യമാണ്? എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആവശ്യമാണ് അല്ലെ? ഒന്ന് എന്താണ്? പെൻട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ്, നെഞ്ചിനകത്തേക്ക് തുളഞ്ഞു കയറുന്ന തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാവുന്നത്, ഒന്നിൽ കൂടുതൽ അവയവങ്ങൾക്ക് മുറിവുകൾ ലഭിക്കുന്നത് അല്ലെ? ഇത് മൾട്ടിസം ഇഞ്ചുറീസ്. ക്രഷ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ബ്ലീഡിങ്സ് സംഭവിക്കുന്നത്. പിന്നെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള വൈറ്റൽ സൈൻസ്, പേഷ്യന്റിന്റെ ശരീരത്തിൽ സുപ്രധാനമായിട്ടുള്ള അടയാളങ്ങൾ കാണിക്കുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ആവശ്യമാണ്? എയർ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. ഇങ്ങനെയുള്ള രോഗികൾക്ക് ഇത് ബെനിഫിറ്റ് ആയിരിക്കും അല്ലെ? എത്രയും പെട്ടെന്ന് മെഡിക്കൽ കെയർ ലഭിക്കാനായിട്ട് എയർ ട്രാൻസ്പോർട്ടേഷൻ അതിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ബാക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയുണ്ട് ഓരോ സിറ്റുവേഷൻസ് എയർ ട്രാൻസ്പോർട്ടേഷൻ ബെനിഫിറ്റ് ആവുന്ന രോഗികളുടെ ബാക്കി കണ്ടീഷൻസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ വരെ ഒന്ന് പഠിച്ചിട്ട് വരാട്ടെ. ഇത് അത്യാവശ്യം ഒന്ന് നോക്കണം കേട്ടോ. നിങ്ങൾ 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കണം. അതേപോലെ തന്നെ തരുന്ന മോക്ക് ടെസ്റ്റ്, ഇതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കാം. തമിഴ് മറന്നു. താങ്ക് യു. Thank you. Have a nice day.